ആര്? വിഷ്ണുവിനെ തിരഞ്ഞ് വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് വ്യക്തമായൊന്ന് കേൾക്കണം. വിഷ്ണു ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിഷ്ണു ഏട്ടനോ? നിങ്ങളുടെ കസ്റ്റഡിയിലോ? അതെ. എന്താ, ഞങ്ങൾക്ക് അവന് കസ്റ്റഡി എടുത്തൂടെ? ആരാ നിങ്ങള്? വിഷ്ണു ഏട്ടനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യം ശാലിനി ഞാനാരാണെന്ന് അറിയാനുള്ള ആധിപത്യം അങ്ങ് ഉപേക്ഷിക്കുക. പോലീസിൽ വിവരം അറിയിച്ച് ഭർത്താവിന്റെ ജീവൻ വെറുതെ അപകടത്തിലാക്കാതിരിക്കുക. ഒന്നും നഷ്ടപ്പെടാനില്ലാതിരിക്കുന്നവർക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവുമെന്ന് ഓർക്കുക. ഞങ്ങൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ വിഷ്ണു ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതനായിരിക്കും. പറ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? പണം. 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയോ? 50 ലക്ഷം രൂപയൊക്കെ നിങ്ങളെപ്പോലെ സർവീസിലിരിക്കുന്ന ഒരാൾക്ക് വലിയൊരു തുകയാണോ? കൊടുക്കാന്ന് പറ. തരാം. എവിടെയാ പണം കൊണ്ടുവരേണ്ടത്? സ്ഥലവും സമയവും ഞാൻ തീരുമാനിക്കാം, എന്നിട്ട് വിളിക്കാം. പക്ഷേ അത് മറ്റൊരു നമ്പറിൽ നിന്നായിരിക്കും. ഇന്ന് തീരണം ശിവന്റെ ഈ താണ്ഡവം. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ട. പ്ലാമൂട്ടുകാരുടെ സർവനാശത്തിനായി മഹേന്ദ്രൻ സൃഷ്ടിച്ച ഈ ആശ്രയത്തിന് നമ്മൾ ഇന്ന് തീർക്കും. ശരിയാ. ഇനി ഇവനെ അഴിച്ചുവിട്ടാ പൊട്ടിയ പട്ടം പോലെയാവും. എവിടെ ചെന്നാ കയറുന്ന പറയാനാവില്ല. വേഗം വിട് എന്റെ അലണി. അവൻ എസ്കോട്ട് പോകാൻ വേണ്ടിയല്ല നമ്മൾ വന്നിരിക്കുന്നത്. മുടിഞ്ഞവന്റെ ബൈക്കിന് ഉടുക്കത്തെ സ്പീഡാണ്. ശരം വിട്ട പോലെ അല്ലേ പോകുന്നത്. അതിലും വേഗത്തിൽ അവന്റെ ജീവൻ പോണം. കണ്ടോടി, ഇത്രയുള്ള കാര്യം. ശിവ, എന്നെ നീ എങ്ങോട്ടാ കൊണ്ടുവന്നേ? അതെല്ലാം സസ്പെൻസാ. നിനക്കെന്താ എന്നെ വിശ്വാസമല്ലേ? ഓ, അതുകൊണ്ടല്ലേടാ നിന്റെ കൂടെ വരുന്നേ. ഇറങ്ങ. ഇറങ്ങാനാ പറഞ്ഞത്. ഓടി ഇവിടെ. ഓടി ഇവിടെ കിടി. ഇങ്ങനെ എന്റെ തോക്കിന്റെ മുന്നിൽ നിരായുധനായി നിൽക്കേണ്ടി വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണുന്നതല്ലേ? നിന്റെ ചങ്കിന്റെ പിടപ്പ് എനിക്കിപ്പോ കേൾക്കാം. അടങ്ങി നിൽക്കയോടെ. ശരിക്കും ഭയന്നല്ലേ? ഒന്ന് പോടെ ഇറക്കാം. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ഈ സോഡാവട്ട് വെച്ചിട്ടുള്ള പിള്ളേര് കളിക്കുന്ന കളിത്തോക്കില്ലേ, അതിനേക്കാ കഷ്ടമായത്. ഇതൊക്കെ വെച്ചൊന്ന് പൊട്ടിക്കാൻ നോക്കിയാ വെടി കൊള്ളേണ്ടവൻ വെടി കൊള്ളാൻ വേണ്ടി വെയിറ്റിംഗ് ചാർജും കൊടുത്ത് കിടക്കേണ്ടി വരും ഈ ക്നാപ്പിന് മുന്നില്.
നിന്റെ കയ്യിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഇത് തന്നുവിട്ട് നിന്റെ അപ്പനെ സമ്മതിക്കണം. ഇനി നീ അവിടെ നിന്ന് അനങ്ങരുത്. അനങ്ങിയ ഇവളുടെ തല ഇവിടെ പൊട്ടിത്തെറിക്കും. നിന്നെ ഇപ്പോ ഇവര് ഇവിടെ ഇട്ട് പെരുമാറാൻ പോവാ. പട്ടിയെ തല്ലുന്ന പോലെ ഇവിടെ ഇട്ട് തല്ലാൻ പോവാ. തിരിച്ച് തല്ലില്ല നീ. തല്ലിയാ ഈ വിരലൊന്ന് അമർത്തിയാ മതി, തീർന്നു പോകും ഇവള്. തീർത്തു ഇവളെ ഇവിടെ ഇട്ട് ഞാൻ. അടിയടാവനെ, അടിച്ച് പതത്ത്. ശിവ, ഡോണ്ടു